സങ്കീർത്തനം 16:8. കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങത്തില്ല. കർത്താവ് എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ ജീവിതം വളരെ ക്ലേശകരമാണ്. ഇന്ന് നോക്ക്, എത്ര ആത്മഹത്യകളാണ് ചുറ്റിനും, എത്ര പേരാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്, എത്ര പേരാണ് മരണം ചൂസ് ചെയ്യുന്നത്. ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് ഏതാപത്തിലും എന്റെ കർത്താവിന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ജീവിതം അവസാനിപ്പിക്കാം. നമ്മൾ എന്നും പ്രാർത്ഥിക്കണം. വിശുദ്ധര് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് അമ്മ തെരേസ്യ മാനസിക പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈശോയുടെ ഒരു രൂപം മനസ്സിൽ തെളിയണം. ഏതെങ്കിലും ഒരു രൂപം, നിങ്ങൾക്കിഷ്ടമുള്ളൊരു രൂപം മനസ്സിൽ തെളിയണം. നമ്മൾ ഒരാളെ ജീവനോടെ കാണണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, മനക്കണ്ണിലും അകക്കണ്ണിലും കുറെ നാൾ കണ്ടാൽ കണ്ണിന് വെളിയിൽ കാണാൻ പറ്റും. കേട്ടോ ഞാൻ പറഞ്ഞു, ഈ അകക്കണ്ണിലും മനക്കണ്ണിലും ആദ്യം കാണാം. കെട്ടുകഥയല്ലല്ലോ, എന്തായാലും ആള് ജീവനോടുണ്ടെന്ന് നമുക്കറിയാലോ. അപ്പൊ കാണണം, കർത്താവ് അടുത്ത് വന്ന് നിൽക്കുന്നു, കർത്താവ് ഇങ്ങനെ തോളേല് പിടിച്ചിട്ടുണ്ട്, കർത്താവ് പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്, കർത്താവിന് എന്നോട് നല്ല സ്നേഹമുണ്ട്, അത് ഉള്ളിൽ കാണണം.